വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രിൻസിപ്പാളിനെയും ഹെഡ്മിസ്ട്രസിനെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും രംഗത്ത്. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന വിധത്തിൽ പ്രശ്നം കൈവിട്ടതോടെയാണ് രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിലുണ്ടായ സംഭവവികാസങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി വിവാദമായി കത്തിനിൽക്കുകയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിന്റെ പേരിൽ മാനസിക സമ്മർദ്ദത്തിലായ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെയും +2വിലെയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒന്നാകെ ഉലച്ച സംഭവങ്ങളുണ്ടായത്. സംഭവത്തിന്റെ പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറക്കി നടക്കുന്നതിനിടയിലാണ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രിൻസിപ്പലിനെയും ഹെഡ്മിസ്ട്രസിനെയും സസ്പെൻഡ് ചെയ്തത്. ഇതിനിടെ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ഗേറ്റിൽ തടഞ്ഞിരുന്നു. മികച്ച അധ്യാപകർ കൂടിയായ പ്രിൻസിപ്പലിനെയും ഹെഡ്മിസ്ട്രസിനെയും തിരിച്ചെടുത്ത് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ ആവശ്യം. 10th-ലും 9th-ലും പഠിക്കുന്ന പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ 25 ദിവസമുള്ളൂ പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞു കേൾക്കുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ആ കുട്ടികളുടെ അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ 25 ഈ ആദ്യ അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഇത്രയും നാളുകളായി. ഇത്രയും നാൾ ഒരു സാറ് പഠിപ്പിച്ചിട്ട് ഇനി ഒരു പുതിയ സാറ് വന്ന് ആ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞങ്ങളുടെ മക്കൾക്ക് അത്ര പോലും ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ മോൻ 9th-ലാണ്. 9th പഠിക്കുന്ന മോൻ ഇത്രയും വർഷം സാറ് പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അറിവിലുള്ള ഒരു പിള്ളേരും ചീത്തയായിട്ടില്ല. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വർഷങ്ങൾ എനിക്ക് 11 വർഷമായിട്ട് സാറിനെ അറിയാം. സാറ് പഠിപ്പിച്ചാണ് എൻ്റെ മക്കൾ 2 പേരും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാറാണ് ഇതുവരെയുള്ള തന്നെയല്ല വേറെ ഒരുപാട് പേരൻസ് പറഞ്ഞറിയാം സാറ് എത്രമാത്രം എഫർട്ട് ഇട്ടാണ് ഈ സ്കൂൾ നടത്തിക്കൊണ്ടുവന്നത്. ഞങ്ങൾ ഒരു മാനേജ്മെൻറ്റിൽ ഒരാളെയും ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇവിടെ പഠിക്കുന്ന 10ലും +2വിലും പഠിക്കുന്ന കുട്ടികളുടെ ഹൃദയം തുടുപ്പും താളവും അറിയാവുന്ന ഒരു മാതാവായിട്ട് മാത്രമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കുട്ടികൾ വീട്ടിൽ വന്ന് പഠിക്കുന്നില്ല. വീട്ടിൽ വന്ന സംസാര വിഷയം സ്കൂളിൽ പ്രശ്നമാണ്. സാർ അവിടെ ഇല്ല. LKG പഠിക്കുന്ന എൻ്റെ കുഞ്ഞു മോൻ വന്ന് ഇന്നലെ പറഞ്ഞു, എന്താ അമ്മയെ സ്കൂളിൽ നടക്കുന്നേ, സലീമ മിസ്സിന് എന്താ പറ്റിയേ, ജോർജ് സാറിന് എന്താ പറ്റിയേ, അവരെന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ, ആകെ പ്രശ്നമാണല്ലോ. ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? കുട്ടികൾക്ക് പഠിക്കാൻ നമ്മുടെ സ്കൂളിൽ ഒരു സുഗമമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീട്ടിൽ വന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൽ പ്രശ്നമാണ്, ഇങ്ങനെയാണ് കുട്ടികൾ വെറുതെ സംസാരിച്ചിരിക്കുകയാണ്. പഠിക്കാനുള്ള താല്പര്യമില്ല. ഫേസ്ബുക്ക് ഒന്ന് എടുത്തേ, ഞങ്ങളൊന്ന് കാണട്ടെ സ്കൂളിൽ എന്താ പ്രശ്നം നടക്കുന്നത്. ഇങ്ങനത്തെയുള്ള സംസാരങ്ങളാണ് കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് സ്കൂളിൽ PTA മാനേജ്മെന്റ് കമ്മിറ്റിയും വിളിച്ചിരിക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ KSCയും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അധികാരികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഉചിതമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തെത്താനാണ് KSCയുടെ തീരുമാനം. KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിച്ചുകൊണ്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സ്കൂളിൽ നടന്നിരിക്കുന്ന ആ സംഭവവികാസങ്ങളിൽ തുടർന്നുണ്ടായ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മൂലമാണ് ഇത്ര വലിയൊരു വിഷയങ്ങളിലേക്ക് ഈ വിഷയം വന്നത്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റും രക്ഷിതാക്കളും ഒക്കെ സംസാരിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിന് ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളാണ് ഈ വിഷയങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 10ലെയും +2വിലെയും വിദ്യാർത്ഥികൾക്ക് ഈ മാസം പരീക്ഷ വരാൻ പോവുകയാണ്. ആ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിച്ചുകൊണ്ടുള്ള എല്ലാ നടപടികളും അധികാരികൾ സ്വീകരിക്കണമെന്നും ഇവിടെ ഈ വീഡിയോ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ അത് മാനേജ്മെൻറ്റ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിൽ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും അതുപോലെ പൊതുസമൂഹവും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിന് രമ്യമായ ഒരു പരിഹാരം കണ്ടുകൊണ്ട് ഒരു സ്ഥാപനത്തെ തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ അത് തകർത്തെറിയപ്പെടണം. ആ സ്ഥാപനം നിലനിന്ന് പോകണം. വളരെ നന്നായി ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു വിദ്യാലയമാണ്, വളരെ നന്നായി നടക്കുന്ന വിദ്യാലയം. ഈ വിദ്യാലയം സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് KSUവിൻ്റെ നിലപാട്.